ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം സുഖമാണോ? പിന്നെ എനിക്കുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഡബിൾ ചിന്ന് വരുന്നുണ്ട്. ഡബിൾ ചിന്നെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ താഴെ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ തൂങ്ങി വരുന്നതായിട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഏജ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ നമുക്കിങ്ങനെ ഡബിൾ ചിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്നേരം നമ്മളതിന് എന്ത് ചെയ്യണമെന്നറിയാം, നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റുമല്ലോ. അതിന് നമ്മൾ വേറൊരാളെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊരു ഇങ്ങനെ താടിയോട്ടായി വരുന്നില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനൊരു ഇച്ചിരി ഏജ് ഒക്കെ ആകുമ്പോൾ അതനുസരിച്ച് ഫേസിലൊരിത് വരുമല്ലോ. അന്നേരം നമ്മൾ ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ സ്വന്തമായിട്ടുണ്ടല്ലോ, നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം താഴേന്ന് മുകളിലോട്ടാണ് ചെയ്യേണ്ടത്. അന്നേരം ഞാൻ കാണിക്കാം, ഇപ്പം കാണിക്കാമേ, ഒരു സെക്കൻഡ്. ബോഡിയിലോട്ട് നമ്മുടെ ക്രീമൊന്നും ആകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമുക്ക് ക്ലെൻസ് ചെയ്യണം കേട്ടോ. ക്ലെൻസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മുഖത്തുള്ള പൊടിയും കാര്യങ്ങളും കളയാൻ വേണ്ടിയാണ് ഈ ക്ലെൻസ് ചെയ്യുന്നത്. എൻ്റെ ഫേസിലൊന്നും അധികം അഴുക്കില്ല. ഞാൻ ഫേസൊക്കെ എപ്പോഴും നല്ലതായിട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. അന്നേരം ഒത്തിരി അഴുക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്ലെൻസ് ചെയ്തല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഐസ് എനിക്ക് കിട്ടിയില്ലേ, ഐസ് ആയില്ലായിരുന്നു. പിന്നെ എന്നിട്ട് ക്രീം ഉണ്ടല്ലോ, ഞാൻ ഹെർബലിൻ്റെയാണ് ക്രീം യൂസ് ചെയ്യുന്നത്. ക്രീം എടുത്തിട്ട് താഴെ നിന്നിങ്ങനെ മുകളിലോട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് ഇങ്ങനെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അതാ എല്ലാ ജെൻസിനും ലേഡീസിനും ഒക്കെ വരുമല്ലോ. ഇങ്ങനെ നമ്മളെ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഡബിൾ ചിന്നൊക്കെ മാറിയിട്ട് നല്ല ഫേസ് നല്ല വൃത്തിയായിട്ടിരിക്കും. അങ്ങനെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ചിലർക്കൊക്കെ ഇങ്ങനെ ഡാർക്ക് പോലെ വരുമല്ലോ. ഈ ഡാർക്കൊക്കെ ഇതാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല, നമുക്ക് വേറൊരാളെ ചെയ്യാനുണ്ടെങ്കിൽ ഇതിലും നല്ലതായിട്ട് ചെയ്യും. അങ്ങനെയാണ്. ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യണം, അന്നേരം അത് നല്ലതായിട്ടിരിക്കും.